ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തേക്ക് വെക്കാം. A 100% outdoor summer air conditioned system has a room sensible heat load of 4000 kilowatt and a room latent heat load of 100 kilowatt. The required inside conditions are 24 degrees Celsius and 24 degrees Celsius dryable temperature and 50% of relative humidity. The outdoor designed conditions are 34 degrees Celsius dryable temperature and 40 degrees Celsius, 40% is the relative humidity. The air supplied to the room at the dryable temperature is 40 degrees Celsius. അപ്പം നമുക്കിപ്പോൾ ഒരു 100% ഔട്ട്ഡോറിൽ നിന്നുള്ള എയറിനെ സക്ക് ചെയ്തുകൊണ്ട് സമ്മർ സീസണിൽ ഉപയോഗിക്കുന്ന ഒരു സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് റൂമിനകത്തുണ്ടാകുന്ന ലേറ്റൻറ്റ് ഹീറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് തന്നിട്ടുണ്ട്. ഇനി റൂമിൻ്റെ ഇൻസൈഡ് കണ്ടീഷൻ പറയുകയാണ്. ആ ഇൻസൈഡ് കണ്ടീഷനിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50%. ഔട്ട്ഡോർ കണ്ടീഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 34 ഡിഗ്രിയും അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40%. The air is supplied to the room at the dryable temperature of 40 degrees Celsius. അങ്ങനെയാണെങ്കിൽ എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈബൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. Then find out the required mass flow rate of air. എയറിൻ്റെ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുക. മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ സപ്ലൈ എയർ, സെൻസിബിൾ ഹീറ്റ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ദ കോയിൽ, the required cooling capacity of the coil, the cooling sensible heat factor and coil ADP, apparent dew factor if the bypass factor of the coil is 0.2. ഒരു ബൈപ്പാസ് ഫാക്ടർ 0.2 ആണെങ്കിൽ ആ കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും കോയിലിൻ്റെ ADP അപ്പാരറ്റസ് ഡ്യൂ പോയിന്റും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദ ബാരോമെട്രിക് പ്രഷർ ഈസ് 1 atm ആണ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ്. ഈ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മളുടെ സൈക്ലോമെട്രിക് ചാർട്ട് പ്ലോട്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മളൊരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യുകയാണ്. അപ്പോൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് വരയ്ക്കുന്നത്. അപ്പം 100% അറ്റ്മോസ്ഫിയർ എയറിനെ സ്വീകരിച്ചുകൊണ്ട് കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് കൺവേർഷൻ ചെയ്യുന്ന ഒരു എയർ കണ്ടീഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റീസർക്കുലേറ്റഡ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നില്ല. 100% നമ്മൾ എന്താണ്, അറ്റ്മോസ്ഫിയർ എയറിനെയാണ് സ്വീകരിക്കുന്നത്. അപ്പം നമുക്ക് ഇൻ്റർ റൂം കണ്ടീഷൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ റൂമിൻ്റെ കണ്ടീഷൻസ് പറയുകയാണ്. റൂമിൻ്റെ ഇനീഷ്യൽ ഇൻഡോർ കണ്ടീഷൻസ് ആണ്. അതിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, TD1. അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡോർ കണ്ടീഷൻ്റെ 34 ആണ് ഡ്രൈബിൾ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40% ആണ്. ബൈപ്പാസ് ഫാക്ടർ, കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ 0.2 ആണ്. സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എയറിൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ PV അല്ലെങ്കിൽ നമ്മുടെ സൈക്ലോമെട്രിക് ചാർട്ട് മാർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഡേറ്റാസ് എല്ലാം മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റാസ് എഴുതുക. നമ്മളുടെ ഇൻഡോർ കണ്ടീഷൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഔട്ട്ഡോർ കണ്ടീഷൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എയറിൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ, ബൈപ്പാസ് ഫാക്ടർ, റൂം സെൻസിബിൾ ഹീറ്റ്, റൂം ലേറ്റൻറ്റ് ഹീറ്റ്, ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസാണ്. ഇനി ഫൈൻഡ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് റിക്വയർഡ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ, മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ സപ്ലൈ എയർ, സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് എ കോയിലിൻ്റെ സെൻസിബിൾ ലേറ്റൻറ്റ് ഹീറ്റ്, ദ റിക്വയർഡ് കൂളിംഗ് കപ്പാസിറ്റി ഓഫ് ദ കോയിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ആൻഡ് കോയിൽ ADP. ഇത്രയാണ് നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബേസിക് ഇക്വേഷൻസ്, നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ബേസിക് ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യുക. റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, QSR, റൂം സെൻസിബിൾ ഹീറ്റ്, QSR is equal to RSH or RSH is equal to MS/CP into TDI minus TDS. MS എന്ന് വെച്ചാൽ എന്താണ്, സപ്ലൈ എയറിൻ്റെ മാസ്. TDI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർ കണ്ടീഷൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ, സപ്ലൈ കണ്ടീഷൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ. ടോട്ടൽ റൂം ഹീറ്റ് എന്ന് പറയുന്നത് QTR എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് സപ്ലൈ ഇൻറ്റു HI മൈനസ് HS. ഓക്കെ,
ഇനി ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഹീറ്റിൽ നിന്ന് സെൻസിബിൾ ഹീറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലേറ്റൻറ്റ് ഹീറ്റ് കിട്ടും. ദെൻ കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? QSC ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സപ്ലൈ ഇൻറ്റു CP TDO, ഔട്ട്ഡോറിൻ്റെ ടെമ്പറേച്ചർ, ഔട്ട്ഡോറിൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ, സപ്ലൈയുടെ ഡ്രൈബിൾ ടെമ്പറേച്ചർ. കൂളിംഗ് ലോഡ് അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? MS H0 - HS. H0 എന്ന് വെച്ചാൽ ഔട്ട്ഡോർ എൻതാൽപ്പി, HS എന്ന് വെച്ചാൽ സപ്ലൈയുടെ എൻതാൽപ്പി. ദെൻ കൂളിംഗ് കോയിലിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഹീറ്റ് മൈനസ് നമ്മളുടെ സെൻസിബിൾ ഹീറ്റാണ്. ദെൻ ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട്, നമുക്ക് ADP കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബൈപ്പാസ് ഫാക്ടർ ഈസ് ഈക്വൽ ടു സപ്ലൈയുടെ ട്രയബിൾ ടെമ്പറേച്ചർ മൈനസ് അപ്പാരറ്റസ് ഡ്യൂ ഫാക്ടർ ഡിവൈഡ് ബൈ ഔട്ട്ഡോറിൻ്റെ എയർ മൈനസ് അപ്പാരറ്റസ് ഡ്യൂ ഫാക്ടർ. ദെൻ നമുക്ക് കണ്ടെത്തേണ്ടത് CHSF, അതായത് കോയിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. കോയിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈസ് ഈക്വൽ ടു QS ഡിവൈഡ് ബൈ QT. QS എന്ന് പറഞ്ഞാൽ എന്താണ്? കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ കൂളിംഗ് കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ്. അപ്പോൾ കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് പ്ലസ് കൂളിംഗ് കോയിലിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നമ്മളുടെ സൈക്ലോമെട്രിക് ചാർട്ടിലേക്ക് വരിക. ഇതൊരു സൈക്ലോമെട്രിക് ചാർട്ടിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ നേരത്തെ സൈക്ലോമെട്രിക് ചാർട്ട് ഒത്തിരി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൈക്ലോമെട്രിക് ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷനിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ നമ്മളുടെ ഔട്ട്ഡോർ കണ്ടീഷനും നമ്മളുടെ ഇൻഡോർ കണ്ടീഷനും നമ്മൾ സൈക്ലോമെട്രിക് ചാർട്ടിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈക്ലോമെട്രിക് ചാർട്ടിനകത്ത് ഫസ്റ്റ് ഔട്ട്ഡോർ കണ്ടീഷൻ എന്താണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 34, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40ഉം ഡ്രൈബിൾ ടെമ്പറേച്ചർ 30ഉം ഉള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്തു O എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡോർ കണ്ടീഷനിൽ വരുമ്പോൾ ഡ്രൈബിൾ ടെമ്പറേച്ചർ 24ഉം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50%. അപ്പം 50ഉം ഇതും ചെയ്തുള്ള നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു, I എന്ന് പറയുന്ന പോയിന്റ് മാർക്ക്. അപ്പം TO എന്ന് പറയുന്നത് എത്രയാണ്? 34 ഡിഗ്രി സെൽഷ്യസും TI എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസാണ്. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40ഉം 50. ഇത് 50ൻ്റെ ലൈന്, ഇത് 40ൻ്റെ ലൈൻ. ഓക്കെ, ഇനി നമുക്കെന്ന് പറയുന്ന അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് നമുക്ക് തന്നിട്ടില്ല, ഇല്ലേ? അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് നമുക്ക് തന്നിട്ടില്ല. പകരം തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രാഫിലൊരു നമ്മളൊരു ഡേറ്റാസ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 2 ഡേറ്റ എങ്കിലും തരണം. ഇപ്പോൾ നമുക്ക് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, സപ്ലൈ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 14 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതേ ഉള്ളൂ. അത് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു വാല്യൂ തരണം. ഒന്നെങ്കിൽ ഒരു എൻതാൽപ്പി തരികയോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയോ എന്തെങ്കിലും ഒരു വാല്യൂ തന്നാൽ, അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറോ തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇത്രയാണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മളുടെ വാല്യൂസിനെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ Oയും Iയും നമുക്കിവിടെ പ്ലോട്ട് ചെയ്തു. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ തരുന്നത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു പോയിന്റ്, നമുക്ക് നമ്മളുടെ അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത് എവിടെ കോണ്ടാക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മുടെ സെൻസിബിൾ അല്ലെങ്കിൽ നമ്മുടെ ലേറ്റൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാച്ചുറേഷൻ ലൈനിലായിരിക്കും കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. ഫ്രം ദ സൈക്ലോമെട്രിക് ചാർട്ടിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഉണ്ട്. ഇൻഡോർ കണ്ടീഷൻ്റെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? HI കിട്ടുന്നു. അതുപോലെ തന്നെ അതിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? WI കിട്ടുന്നു. ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? HO കിട്ടുന്നു. അതുപോലെ തന്നെ WO കിട്ടുന്നു. അല്ലേ? ആ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. WI, HI, WO, HO. ആർക്കും ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സൈക്ലോമെട്രിക് ചാർട്ട് എടുത്ത് വരച്ച് നോക്കും. ഓക്കെ, ഇനി നമ്മൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടെത്താൻ പോവുകയാണ്. റൂം സെൻസിബിൾ ഹീറ്റ് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? MS CP × ΔT ആണ്. ΔT എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈബിൾ ടെമ്പറേച്ചർ ഓഫ് ദ ഇൻലെർ കണ്ടീഷൻ മൈനസ് ഡ്രൈബിൾ ടെമ്പറേച്ചർ ഓഫ് ദ സപ്ലൈ കണ്ടീഷൻ. അപ്പോൾ TDI നമുക്ക് തന്നിട്ടുണ്ട്, TDS തന്നിട്ടുണ്ട്.
എം എസ് നമുക്ക് തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്, RHS തന്നിട്ടുണ്ട്, CP വാല്യൂ കോൺസ്റ്റൻറ്റ് 1.0216. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്ത് കിട്ടി, മാസ് ഓഫ് സപ്ലൈ കിട്ടി. മാസ് ഓഫ് സപ്ലൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ട മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് സപ്ലൈയർ നമ്മൾ കൊടുത്തിരിക്കുന്ന റൂമിൻ്റെ ടോട്ടൽ ഹീറ്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, MS × HI - HS. നമുക്ക് ടോട്ടൽ ഹീറ്റ് എവിടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ സപ്ലൈ ചെയ്തിരിക്കുന്ന ഹീറ്റിൻ്റെയും നമ്മുടെ ഇൻലെറ്റ് കണ്ടീഷനും തമ്മിലുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ യൂണിറ്റ് മാസിലുള്ള എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത്. പകരം ഇവിടെ നമുക്ക് യൂണിറ്റ് മാസ് അല്ല, നമുക്കൊരു സപ്ലൈ മാസാണ് തന്നിരിക്കുന്നത്. അപ്പം റൂം ടോട്ടൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു 500, ലേറ്റൻ്റ് ഹീറ്റ് 500 തന്നിട്ടുണ്ട്. 500 ഈസ് ഈക്വൽ ടു MS നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നിന്ന് കണ്ടെത്തി ഇൻറ്റു HI. നമുക്ക് ഫസ്റ്റ് പോയിന്റ് HI വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഫ്രം ദ സൈക്ലോമെട്രിക് ചാർട്ട്. HI - HS, അതായത് എസ് മൂലം ഉണ്ടാകുന്ന സപ്ലൈ പോയിന്റ് മൂലം ഉണ്ടാകുന്ന എൻതാൽപ്പി. നമുക്കിവിടെ HS ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ മാത്രമേ തന്നിട്ടുള്ളൂ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയോ എൻതാൽപ്പിയോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഒന്നും തന്നില്ല. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടി, HS ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ HS കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഏതോ ഒരു പോയിന്റിൽ HS നമുക്ക് കിട്ടി. HSൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ HS വാല്യൂവിനകത്ത് നമ്മുടെ 14 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 14 ഡിഗ്രി സെൽഷ്യസ് ഉള്ള HSനെ എക്സ്റ്റെൻഡ് ചെയ്യുക. 14 ഡിഗ്രി സെൽഷ്യസ് ഉള്ള നമ്മുടെ ഡ്രൈ ബൾബിനെ കൊണ്ട് മുട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പോയിൻ്റാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ S പോയിന്റ് കിട്ടി. അപ്പോൾ OI, II, SI. ഓക്കെ, ഇനി OEയും Sനെയോട് നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യിക്കുക. അപ്പോൾ Oയും S എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ എന്ത് ചെയ്തു, കോണ്ടാക്ട് ചെയ്തു അല്ലേ. OU S എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്കാസ് പോയിന്റ് S ഓൺ ദ സൈക്ലോമെട്രിക് ചാർട്ട് യൂസിങ് HSൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈക്ലോമെട്രിക് ചാർജ് കണ്ടെത്തി ആൻഡ് TDS. വെൻ WS ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് S. WS നമുക്ക് എങ്ങനെ കണ്ടെത്താം, നമുക്കിവിടെ S കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, ഹ്യൂമിഡിറ്റി റേഷ്യോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് HS വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കും. അതായത് WS കിട്ടി. ഇനി സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡിംഗ് ഓൺ എ കോയിൽ. ലേറ്റൻറ്റ് ഹീറ്റ് ലോഡിംഗ് ഓൺ എ കോയിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പോയിൻ്റ് ഉണ്ട്. ഈ 2 പോയിൻ്റ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയും ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുകയും, ഈ ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മളെന്ന് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു വേർട്ടിക്കൽ ലൈനെയാണ് നമ്മളെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ലൈനെ സെൻസിബിൾ ഹീറ്റ് എന്നും ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ വേർട്ടിക്കൽ ലൈനാണ് പറയും. ലേറ്റൻറ്റ് ഹീറ്റിനകത്ത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്, സെൻസിബിൾ ഹീറ്റിനകത്ത് ഒമേഗ അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കിവിടെ സെൻസിബിൾ ഹീറ്റാണ് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മളുടെ എൻതാൽപ്പി എൻതാൽപ്പി അല്ല, നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ആണല്ലേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ, നമ്മൾ ടെമ്പറേച്ചർ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇത് ഒരു ടിപ്സാണ്. അപ്പോൾ നമ്മളുടെ സെൻസിബിൾ ഹീറ്റ് തരുമ്പോൾ MCP ∆T ആണ് നമ്മളുടെ സെൻസിബിൾ ഹീറ്റ് വരുന്നത്. അടുത്തത് നമ്മളുടെ എന്താണ് വരുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് വരുമ്പോൾ എന്താണ്, നമ്മളുടെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്താണ്, നമ്മളുടെ എൻതാൽപ്പിയിലാണ് എന്ത് വരുന്നത്, ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പം ലേറ്റൻറ്റ് ഹീറ്റ് വരുമ്പോൾ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ എന്താണ്, ടോട്ടൽ ഹീറ്റ് വരുമ്പോൾ എന്താണ്, എൻതാൽപ്പി ചേഞ്ചാണ് എടുക്കുന്നത്. ഇത് മറന്നു പോകരുത്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ടിപ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. എത്ര എയർ ആണ് നമ്മൾ കൊടുക്കുന്നത്, MS CP ഇൻറ്റു നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ കണ്ടീഷൻ വരെയുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളുടെ കോയിൽ ഇതാണ്. ഈ കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റുമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ കോയിലിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നു, നമ്മൾ ഔട്ട്ഡോറിൽ നിന്ന് എവിടോട്ട് കൊടുക്കുന്നു, കോയിലിൻ്റെ അകത്തേക്ക് സപ്ലൈ ചെയ്യുന്നു അല്ലേ. കോയിലിനകത്ത് നിന്ന് സപ്ലൈ ചെയ്ത് പുറത്തേക്ക് വരുന്നു, കോയിലിൻ്റെ പുറത്ത് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോയിലിൻ്റെ ഔട്ടിൽ നിന്ന്
കോയിലിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഔട്ട്ഡോറിൽ നിന്നും സപ്ലൈ വരെയുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോയിലിൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് കണ്ടെത്തുന്നത് MsCp × Td0 - Tds, അതായത് ഡ്രൈബിൾ ടെമ്പറേച്ചർ ഓഫ് ദ ഔട്ട്ഡോർ ഡിവൈഡ് ബൈ ഡ്രൈബിൾ ടെമ്പറേച്ചർ ഓഫ് ദ സപ്ലൈ കണ്ടീഷൻ. നമുക്ക് വാല്യൂസ് എല്ലാം അറിയാം. അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, കോയിലിൻ്റെ സെൻസിബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തത് കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടലിൻ്റെ ഹീറ്റ് ഈക്വൽ ടു MS എന്താൽപ്പി. നേരത്തെ പറഞ്ഞു സെൻസിബിൾ ആണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചും ടോട്ടൽ ഹീറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എന്താൽപ്പി ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ, സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനിൽ. MS H0 - HS. അപ്പോൾ അതിനകത്തുനിന്ന് H0 HS വാല്യൂ എല്ലാം നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കൂളിംഗ് ടോട്ടൽ കോയിലിൻ്റെ ടോട്ടൽ ഡേറ്റാസ് കിട്ടി, കൂളിംഗ് കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻസിബിൾ ഹീറ്റ് കിട്ടി, ടോട്ടൽ ഹീറ്റ് കിട്ടി. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് പ്ലസ് എന്താണ്, ലേറ്റൻ്റ് ഹീറ്റാണ് അല്ലേ. സെൻസിബിൾ ഹീറ്റ് മൈനസ് ലേറ്റൻ്റ് ഹീറ്റാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് അല്ലേ. സെൻസിബിൾ ഹീറ്റ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റ്. ഈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നതാണ് എന്ത്, ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ലേറ്റൻ്റ് ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ലേറ്റൻ്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ് മൈനസ് സെൻസിബിൾ ഹീറ്റ്. അതാണ് ഈക്വേഷൻ. ടോട്ടൽ ഹീറ്റ് മൈനസ് സെൻസിബിൾ ഹീറ്റ് നമുക്ക് എന്ത് കിട്ടി, കൂളിംഗ് കോയിൻ്റെ ലേറ്റൻ്റ് ഹീറ്റ് കിട്ടി. ഇനി കൂളിംഗ് കോയിൻ്റെ ലേറ്റൻ്റ് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ADP കണ്ടുപിടിക്കണം. ADP കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. നമുക്ക് രണ്ട് മെത്തേഡ് വഴി ADP കണ്ടുപിടിക്കാം. ഫ്രം ദ സൈക്ലോമെട്രിക് ചാർട്ടിൽ നിന്ന് നമുക്ക് ADP കണ്ടുപിടിക്കാം. ADP ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സാച്ചുറേഷൻ ലൈനിലായിരിക്കും നമ്മുടെ ADP വരുന്നത്. അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ പോയിന്റിലായിരിക്കും വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ സപ്ലൈ പോയിന്റും ADP രണ്ടായിരിക്കും. ബൈപ്പാസ് ഫാക്ടർ 0 ആണെങ്കിൽ നമ്മുടെ സപ്ലൈ പോയിന്റ് ADP വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് OU SU ആയിട്ടുള്ളൊരു ലൈനുണ്ട്. ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ സൈക്ലോമെട്രിക് ചാർട്ടിൽ പോയി കോൺടാക്ട് ചെയ്യുന്നത്, അതായത് നമ്മളുടെ സ്റ്റാറ്റിക് ലൈനിൽ കോൺടാക്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ADP എന്ന് പറയുന്നത്. ഓക്കെ, ആ ADP നമുക്ക് അങ്ങനെ സൈക്ലോമെട്രിക് ചാർട്ടിൽ നിന്ന് കണ്ടെത്താം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇക്വേഷൻസ് ഉപയോഗിച്ചും കണ്ടെത്താം. അപ്പോൾ നമ്മുടെ കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈസ് ഈക്വൽ ടു കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ്. അപ്പോൾ കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടെത്തി. ഇനി നമുക്ക് ADP കണ്ടുപിടിക്കാം. ADP നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം, അല്ലാതെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, നമ്മുടെ ബൈപ്പാസ് ഫാക്ടർ വെച്ച് കണ്ടുപിടിക്കാം. ബൈപ്പാസ് ഫാക്ടർ ഈസ് ഈക്വൽ ടു TDS മൈനസ് ADP ഡിവൈഡ് ബൈ TDO മൈനസ് ADP. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് TDO വാല്യൂ അറിയാം, ബൈപ്പാസ് ഫാക്ടർ അറിയാം, ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ ADP കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.